അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനെയിൽ ഷോട്ട് ഇവിടെ ഓപ്പൺ ആയി. ഇനി ഇവിടെ തൊട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 സെക്കൻഡ് ഷോട്ടിന്റെ ഇംപ്രഷൻ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഇത് സേവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം, ഒരു 30 സെക്കൻഡ്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോർട്സിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനെയിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. കൂടാതെ നമ്മുടെ ഇൻഷോട്ടിലെ വാട്ടർ മാർക്ക് എങ്ങനെ കളയാമെന്നും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മുടെ എല്ലാ യൂട്യൂബ് ക്രിയേറ്റേഴ്സും നമ്മുടെ ചാനലിൽ ഡെയിലി ഷോർട്സ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ പൊതുവേ നമ്മൾ എന്താണ് നമ്മുടെ ഷോർട്സ് വീഡിയോ ഇപ്പൊ കണ്ടുവരുന്നത് ഡാൻസ്, കുക്കിംഗ്, ഡെയിലി റൊട്ടീൻ അങ്ങനെയൊക്കെ ഉള്ള ഷോർട്സ് ഒക്കെയാണ് ഇപ്പൊ പൊതുവായിട്ട് കാണുന്നത്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ഹോം പേജിൽ തന്നെ ഒരു ഷോർട്സ് വന്നാൽ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ആ ഒരു ഷോർട്സിനെ ടച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ആവശ്യം, നമ്മുടെ ഷോർട്സിൽ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുവഴി കുറച്ച് വ്യൂവേഴ്സ് കാണും. അപ്പൊ നമ്മുടെ ചാനൽ കുറച്ചുകൂടെ റീച്ച് ആവും. അപ്പൊ അതുവഴി നമ്മുടെ ചാനലിലെ വ്യൂസ് കൂട്ടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ യൂട്യൂബേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് 4000 വാച്ച് അവർ എങ്ങനെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും മൈറ്റി സ്റ്റുഡിയോയിൽ നിർബന്ധമായിട്ടും ഓൺ ആക്കിയിരിക്കേണ്ട 2-3 സെറ്റിംഗ്സിനെ പറ്റി അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കാണാത്തവർ അതൊക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിലും ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഷോർട്സിൽ 2 രീതിയിൽ നമുക്ക് തമ്പനെയിൽ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതിൽ ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ആയിട്ട് ഒരു 1/2 സെക്കൻഡ് കാണുന്ന തരത്തിൽ നമ്മുടെ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തമ്പനെയിലും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ പല വലിയ ക്രിയേറ്റേഴ്സിന്റെ ചാനലിൽ ഈ ഒരു ഷോർട്സിലൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി അത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു സ്ക്രീൻ റെക്കോർഡിലൂടെ നോക്കാം. എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് പല ആപ്പും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കൂടുതലായിട്ടും ഇൻഷോട്ട് VN ആപ്പ് വഴിയാണ് എഡിറ്റ് ചെയ്യുന്നത്. പലരും നമ്മുടെ കമന്റ് ബോക്സിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഏത് ആപ്പ് വഴിയാണ് വീഡിയോസും ഷോർട്സ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ രണ്ടുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇൻഷോട്ട് വഴിയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോവാം. നമുക്കിനി ഇത് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇൻഷോട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഇൻഷോട്ട് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിൽ വീഡിയോസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ഒരു ഷോട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആ ഒരു ഷോട്ട് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ തൊട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സൈഡിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ 2 ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതില് വീഡിയോസ്, ഫോട്ടോസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതില് വീഡിയോസ് നമുക്ക് കാണാം. നമുക്ക് ആവശ്യം ഗാലറിയിലെ ഫോട്ടോയാണ്. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ടച്ച് ചെയ്യുക. അപ്പൊ ആ ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ ആഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും കുറച്ച് ടൈമിൽ ആ ഒരു ഫോട്ടോ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 സെക്കൻഡ് നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്ത് 1/2 സെക്കൻഡ് കാണുന്ന വിധത്തിൽ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ എന്തുകൊണ്ടാണ് 1/2 സെക്കൻഡ് കാണുന്ന വിധത്തിൽ സെറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ഒരു ഫോട്ടോ സാധാരണ 2 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഷോട്ട് തീരുന്ന സമയത്ത് ഈ ഒരു 5 സെക്കൻഡ് വരെയും ആ ഒരു ഫോട്ടോ തന്നെ കാണിച്ചുകൊണ്ടിരുന്നാൽ ഷോട്ടിന്റെ ഇംപ്രഷൻ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ആ ഒരു തമ്പനെയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 1/2 സെക്കൻഡ് കാണുന്ന വിധത്തിൽ നമുക്ക് ഇവിടെ തമ്പനെയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സേവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യവും കൂടെ പറഞ്ഞു തരാം. ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോയുടെ സൈഡിലായിട്ട് ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു വാട്ടർ മാർക്ക് കാണാം. പലരും നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കമന്റ് ഇടുന്ന സമയത്ത് അവരുടെ ചാനലിൽ ഞാൻ ഇടയ്ക്ക് കയറി നോക്കുമ്പോൾ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ഷോർട്സിന്റെ സൈഡിലായിട്ട് ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു വാട്ടർ മാർക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അത് പലർക്കും അറിയില്ലാത്തത് കൊണ്ടായിരിക്കും. ഇതുവഴി
പിന്നീട് ഞാൻ എങ്ങനെയാണ് അത് മാറ്റേണ്ടതെന്നും കൂടെ പറഞ്ഞു തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷോർട്സിന്റെ സൈഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് കഴിയും ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു വാട്ടർ മാർക്ക്. അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ 2 ഓപ്ഷൻസ് ഇവിടെ ഓപ്പൺ ആയി വരും. അവിടെ ഇൻഷോട്ട് പ്രോ എന്ന് ഫ്രീ റിമൂവ് എന്ന് പറയുന്ന ഒരു 2 ഓപ്ഷനാണ്. അതിൽ നമുക്ക് ഫ്രീ റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു 30 സെക്കൻഡ് വരുന്ന ആഡ് നമുക്ക് കാണാം. ആ ഒരു ആഡ് നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്താൽ മാത്രം മതി. ആ ഒരു ആഡ് പോകുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഇൻഷോട്ട് എന്ന് പറയുന്ന വാട്ടർ മാർക്ക് ഇല്ല. നിങ്ങളുടെ ചാനലിൽ ഇനി ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു വാട്ടർ മാർക്കും കൂടെ മാറ്റിയിട്ട് നമ്മുടെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊരു ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഷോർട്സിന് ഒരു ബാഡ് ഇംപ്രഷൻ പോലെ തോന്നും സൈഡിലായിട്ട് ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു വാട്ടർ മാർക്ക് കാണുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷോട്ട് നമ്മുടെ സാധാരണ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് പോലെ അപ്ലോഡ് ചെയ്യുക. ക്യാപ്ഷനൊക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഷോട്ട് കാണുന്ന സൈഡിലായിട്ട് ഒരു പെൻസിൽ ഐക്കൺ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഷോട്ട് താഴെ ഇങ്ങനെ കാണാനായിട്ട് കഴിയും. അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തമ്പനെയിൽ ഏറ്റവും അവസാനം നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തമ്പനെയിൽ സെലക്ട് ചെയ്യുക. ടിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ പെൻസിൽ ഐക്കൺ കാണുന്നിടത്ത് ആ ഒരു ഫോട്ടോ അവിടെ കാണാനായിട്ട് കഴിയും. ഇനി രണ്ടാമത്തെ രീതിയെ പറ്റി പറയാം. നിങ്ങൾ തമ്പനെയിലൊന്നും സെറ്റ് ചെയ്ത് വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ആദ്യം മുതൽ അവസാനം വരെ പതിയെ ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ എവിടെയാണോ നിങ്ങൾക്കൊരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഫോട്ടോ കാണുന്നത് അവിടെ നിങ്ങൾ ടച്ച് ചെയ്യുക. അപ്പോൾ മുകളിൽ ഒരു ടിക്ക് മാർക്ക് കാണാം. ആ ടിക്ക് കൊടുക്കുക. നമ്മുടെ ഫോട്ടോ ഇവിടെ സേവ് ആവും. അങ്ങനെ കൊടുക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഷോട്ട് വ്യൂവേഴ്സിന്റെ അടുത്ത് എത്തുമ്പോൾ അവർക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോയോ തമ്പുനെയിലോ ഒക്കെയാണ്. അപ്പൊ അതൊരു ഇംപ്രസീവ് ആണെങ്കിൽ അത് അവർ ടച്ച് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കും. അതുവഴി നമ്മുടെ വ്യൂസ് കൂടും. നമ്മുടെ ഈ ഒരു ഷോർട്സ് വൈറൽ ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഷോർട്സിൽ തമ്പുനെയിലും ഫോട്ടോസ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ ഇൻഷോട്ടിന്റെ വാട്ടർ മാർക്ക് മാറ്റേണ്ടത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാക്സിമം റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. പുതുവർഷം എല്ലാവർക്കും നല്ലതാവട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ബൈ.